ഹായ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ഐസോമെറിസം ആ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പൊസിഷൻ ഐസോമെറിസം മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചെയിൻ ഐസോമെറിസം അതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൊസിഷൻ ഐസോമെറിസം മുതൽ തുടങ്ങുന്നു. വെൻ ടു കോമ്പൗണ്ട്സ് ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് ദ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് differ in the position of the functional group. They are called position isomer. And this phenomenon is known as position isomerism. അപ്പോൾ നമ്മൾ ഐസോമെറിസം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നത്. അപ്പോൾ ചെയിൻ ഐസോമെറിസിൽ കാർബൺ ചെയിനിലെ വ്യത്യാസമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ സെയിം മോളിക്കുലർ ഫോർമുല, അതുപോലെ തന്നെ ഫങ്ഷൻ ഗ്രൂപ്പും ഇവിടെ സെയിം ആയിരിക്കണം. സെയിം ഫങ്ഷൻ ഗ്രൂപ്പ് തന്നെ. പക്ഷേ ആ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറുമ്പോൾ അങ്ങനെ അവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും കെമിക്കൽ പ്രോപ്പർട്ടീസിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഐസോമെറിസത്തെയാണ് പൊസിഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ അതിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്ത് അതൊക്കെ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് നോക്കാം. അതിനുശേഷം മറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പൊസിഷൻ ഐസോമെറിസം തുടക്കം പോലെ ചെയ്യുന്നു. ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ടു ഫെമിലിയർ കോമ്പൗണ്ട്സ് ആർ പ്രൊവൈഡഡ് ബിലോ. അനലൈസ് ദം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റിൽ CH3 CH2 CH2 OH, അടുത്തത് CH3 CH3, രണ്ടാമത്തെ ബ്രാഞ്ച് ആയിട്ട് OH കൊടുത്തു. അത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദം? അത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് OH, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH. വാട്ട് ഈസ് ദെയർ മോളിക്കുലർ ഫോർമുല? ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതണം. നമുക്ക് നോക്കാം. ഇവിടെ കാർബൺ എത്രയുണ്ട്? 1 2 3. ഇവിടെ 3 കാർബൺ, 1 2 3 കാർബൺ തന്നെ. ഹൈഡ്രജൻ 3 2 5, 5 2 7, 7. ഇവിടെ ഇതും കൂടെ കൂട്ടിയാൽ 8. ഇവിടെ 3 3 6, 1 7, 1 8. അപ്പോൾ നമുക്ക് മോളിക്കുലർ ഫോർമുല C3H8, പിന്നെ ഓക്സിജൻ O. റൈറ്റ് ദെയർ IUPAC നെയിം. ഓരോന്നിൻ്റെയും പേര് നമുക്ക് എഴുതാം. ഒന്നാമത്തെ പേര് പ്രൊപ്പെയിൻ ആണ്, ഇതും പ്രൊപ്പെയിനാണ്, രണ്ടാമത്തെയും പ്രൊപ്പെയിനാണ്. പക്ഷെ ഇവിടെ ഒന്നാമത്തെ സ്ഥാനത്താണ് ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ളത്, ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്താണ് ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ പ്രൊപ്പാൻ 1 പ്രൊപ്പനോൾ എന്ന് പറയും, പ്രൊപ്പാൻ 1 ഓൾ. അടുത്തത് ഇതേപോലെ തന്നെ പ്രൊപ്പാൻ 2 ഓൾ. അപ്പോൾ ഒന്നാമത്തേത് പ്രൊപ്പാൻ 1 ഓൾ, രണ്ടാമത്തെ പ്രൊപ്പാൻ 2 ഓൾ. ഇവിടെ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ കോമ്പൗണ്ട് പ്രൊപ്പെയിൻ ആണ്, ഇതും പ്രൊപ്പെയിൻ ആണ്. ഫങ്ഷൻ ഗ്രൂപ്പ് സെയിം ഫങ്ഷൻ ഗ്രൂപ്പ് തന്നെയാണ്, OH ആണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആകെ മാറ്റമുള്ളത് ഇതിന്റെ ആ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷന് മാത്രമാണ് മാറ്റം. അതുകൊണ്ട് ആണ് ഇതിനെ പൊസിഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 26ാമത്തെ പേജിൽ തന്നെ അതിന്റെ താഴെ അനലൈസ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ 2 pairs ഓഫ് കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ. പെയർ 1, ഇവിടെ 2 പെയർ എന്ന് പറയുമ്പോൾ 2 ഉണ്ടാവുമല്ലോ, 2 കോമ്പൗണ്ട്സ് കൊടുത്തു. വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ്? ഇതിന്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള കാർബണിന്റെയും ഹൈഡ്രജൻ എന്തൊക്കെയാണോ എലമെന്റ്സ് അടങ്ങിയിട്ടുള്ളത് അതിന്റെ എണ്ണം. ഇവിടെ കാർബൺ 1 2 3 4, ഇവിടെയും 1 2 3 4 കാർബൺ ആറ്റം, C4 എന്ന് എഴുതി. ഇനി ഹൈഡ്രജൻ നോക്കാം. ഇവിടെ 3 2 5, 1 6, 6 2 8. ഇവിടെ 3 1 4, 1 5, 5 3 8. അപ്പോൾ C4H8 ആണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല. ഇനി റൈറ്റ് ദെയർ IUPAC നെയിംസ്. കോമ്പൗണ്ട് 1, ഇതിന്റെ IUPAC നെയിം. ഇവിടെ ഡബിൾ ബോണ്ട് കിടപ്പുണ്ട്, അപ്പം ആൽക്കീൻ ആയിരിക്കും. 1 2 3 4 തിരിച്ചാണ് എണ്ണേണ്ടത്, കാരണം ഈ ഡബിൾ ബോണ്ടിന് നമുക്ക് ചെറിയ സ്ഥാനം കിട്ടണം. ഇവിടെ എങ്ങനെയുണ്ടായാലും ഡബിൾ ബോണ്ട് ഒരേ സ്ഥാനത്ത് തന്നെ വരും. അപ്പോൾ 1 2 3 4, അപ്പോൾ ഒന്നാമത്തെ സ്ഥാനത്താണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്, ബ്രാഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ 1 2 3 4 വരുമ്പോൾ ബ്യൂട്ടൈൻ. അപ്പോൾ ഇതിൻ്റെ പേര് എഴുതുമ്പോൾ 1 ബ്യൂട്ടൈൻ എന്ന് പറയും, ബ്യൂട്ടീൻ എന്ന് പറയാം. നമ്മൾ എഴുതുമ്പോൾ ബ്യൂട്ട് പൊസിഷൻ 1
പിന്നെ ഡബിൾ ബോണ്ടാണ് ENE. ബ്യൂട്ട് 1ഈനാണ് ഇത്. അതുപോലെ തന്നെ സെക്കൻഡ് കോമ്പൗണ്ട്, ഇതും ബ്യൂട്ടീൻ തന്നെയാണ്, പക്ഷെ രണ്ടാമത്തെ സ്ഥാനത്താണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്യൂട്ട് 2ഈൻ രണ്ടിൻ്റെ പേരെഴുതി. ഇവിടെ അടുത്ത പേജിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദേ എക്സിബിറ്റ്? ഇത് ഏത് ഐസോമറിസം? ഇവിടെ ചിന്തിക്കാനെന്നുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊസിഷൻ ഐസോമറിസം തന്നെയാണ്. അപ്പോൾ മനസ്സിലാവും. അല്ലെങ്കിലും ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ പേജിലെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏത് ഐസോമറിസം ആണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ നമ്മളിപ്പം ഒരേ സെയിം ഫങ്ഷൻ ഗ്രൂപ്പ് തന്നെയാണ്, പക്ഷേ ഫങ്ഷൻ ഗ്രൂപ്പ് സെയിം എലമെൻറ്റ്, ആ സെയിം കോമ്പൗണ്ടാണ്, സെയിം ഫങ്ഷൻ ഗ്രൂപ്പാണ്, അതിൻ്റെ പൊസിഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇത് പൊസിഷൻ ഐസോമറിസം ആണ്. Their molecular formula are same. The position of the double bond in them differs. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിളിൽ ഫങ്ഷൻ ഗ്രൂപ്പ് ആയിരുന്നു, എൻ്റെ പൊസിഷൻ ആയിരുന്നു മാറിയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തേത് എക്സാമ്പിളിൽ ഫങ്ഷൻ ഗ്രൂപ്പ് ഇല്ല, പക്ഷേ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനാണ് മാറിയത്. ബ്യൂട്ട് 1ഈനും ബ്യൂട്ട് 2ഈനും ആണ് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാറി. ഇതും പൊസിഷൻ ഐസോമർ. ഇനി പെയർ രണ്ടാമത്തെ സെക്കൻഡ് പെയർ വന്നിട്ടുണ്ട്. CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH, CH3 C ട്രിപ്പിൾ ബോണ്ട് C CH3. കഴിഞ്ഞ തൊട്ടുമുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ. വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ്? 1 2 3 4 കാർബൺ, 1 2 3 4. അപ്പോൾ കാർബൺ 4 C4. ഹൈഡ്രജൻ ഇവിടെ 3 3 2 5 5 1 6. ഇവിടെ 3 3 3 6. അപ്പോൾ C4H6. റൈറ്റ് ദെയർ IUPAC നെയിം. കഴിഞ്ഞ പെയർ 1ൽ ചോദിച്ച അതേ സംഭവം തന്നെയാണ്, ട്രിപ്പിൾ ബോണ്ട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഡബിൾ ബോണ്ട് ആയിരുന്നു, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയി. അപ്പോൾ കോമ്പൗണ്ട് 1ൻ്റെ പേര് ബ്യൂട്ടൈനാണ്. ബ്യൂട്ട് ആദ്യത്തെ ഒന്നാമത്തെ സ്ഥാനത്ത് 1, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE, ബ്യൂട്ട് 1I. രണ്ടാമത്തും ബ്യൂട്ട് രണ്ടാമത്തെ സ്ഥാനത്താണ് 2YNE, ബ്യൂട്ട് 2I. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദേ എക്സിബിറ്റ്? അവിടെയും ഇത് തന്നെ. നമുക്ക് ഇവിടെ ഫങ്ഷൻ ഗ്രൂപ്പ് ഒന്നുമില്ല, ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷനാണ് ഇവിടെ മാറിയിട്ടുള്ളത്. ഇതും പൊസിഷൻ ഐസോമറിസം. അപ്പോൾ ഇവിടെ നേരത്തെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവുന്നത് ഫങ്ഷൻ ഗ്രൂപ്പ് മാത്രമല്ല, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും എല്ലാം ഈ പൊസിഷൻ ഐസോമറിസിൽ നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി ഇവിടെ അടുത്ത് എഴുതാൻ പറഞ്ഞെങ്കിൽ, റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഓൾ ദ പോസിബിൾ പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് CH3 CH2 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 Cl. ഇതിൻ്റെ പൊസിഷൻ ഐസോമേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതി നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് CH3 CH2 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 ഇത് 1 2 3 4 5 പെൻഡെയിനാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്ഥാനത്താണ് ക്ലോറിൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ക്ലോറോ പെൻഡെയിനാണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നതാണ്. ഇനി അടുത്ത ഓർമ്മ നമുക്ക് എഴുതാം. CH3 CH2 CH2 CH2. ഇവിടെ CH2 കൊടുത്തില്ല, കാരണം ഇവിടെ നമുക്കൊരു ബ്രാഞ്ച് കൊടുക്കാം. 2 ഞാൻ വായിച്ചറിഞ്ഞു. പിന്നെ CH3 ഇത് 1 2 3 4 5 പെൻഡെയിനാണ്. അപ്പോൾ ഇവിടെ ഈ CH2 വായിച്ചതിന് കാരണം ഇവിടെ നമുക്കൊരു ബ്രാഞ്ച് കൊടുക്കാം. ഇവിടെ ആ Cl തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 1 ക്ലോറോ പെൻഡെയിൻ ആയിരുന്നു. ഇതിപ്പോൾ 1 2 ഇപ്പുറത്തേക്ക് എണ്ണുവാണെങ്കിൽ 1 2 3 4 5. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് ഇവിടെ ക്ലോറിൻ വന്നു. അപ്പോൾ ഇതിൻ്റെ പേര് 2 ക്ലോറോ പെൻഡെയിൻ. ഇനി ഒന്നുകൂടി എഴുതാം. ഇത് തന്നെ നമ്മൾ പൊസിഷൻ മാറ്റിയിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ CH3 CH2 H മാത്രമേ ഇവിടെ എഴുതിയുള്ളൂ, കാരണം അതിൻ്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കാം CH2. അപ്പോൾ ഇവിടെ Cl കൊടുത്തു. 1 2 3 4 5. ഇപ്പുറത്ത് തന്നെയാലും 1 2 3 4 5. ഇവിടെ മൂന്നാമത്തെ സ്ഥാനത്താണ് ബ്രാഞ്ച് കൊടുത്തേക്കുന്നത്. ഇത് 3 ക്ലോറോ പെൻഡെയിൻ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദ പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് പെൻഡാൻ 2,1. അത് നമുക്ക് എഴുതി നോക്കാം. തന്നിരിക്കുന്നത് പെൻഡാൻ 2ONe. അപ്പോൾ ONe എന്ന് വരുമ്പം നമുക്ക് ഫംഗ്ഷനിൽ പറയാം അത് CO ആണ്. അപ്പോൾ ഇവിടെ CH3 രണ്ടാമത്തെ സ്ഥാനത്ത് വേണം. അപ്പോൾ CO ഇവിടെ കൊടുത്തു. CH2 നോക്കൂ 1 2 ഈ CO ഈ C കൂട്ടും. അപ്പോൾ 1 2 3 4 അപ്പോൾ ഇതാണ് നമ്മുടെ പെൻഡാൻ 2,1. ഇനി നമുക്ക് ഒന്നുകൂടി എഴുതാം. ഇതിൻ്റെ പൊസിഷൻ മാറ്റി എഴുതിയാൽ മതി. ഇവിടെ 2 ആണ്, നമുക്ക് മൂന്നാമത്തെ പൊസിഷനിൽ കൊടുക്കും. CH2 CO. അപ്പോൾ 3 1 2 3 CH2 4 CH3 1 2 3 4 5 പെൻഡെയിനാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്ത് ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്ത് ഇവിടെ മൂന്നാമത്തെ സ്ഥാനത്ത്. ഇതിൻ്റെ പേര് പെൻഡാൻ 3,1. അപ്പോൾ ഇതിൻ്റെ 2 പൊസിഷൻ ഐസോമേഴ്സ് നമ്മൾ എഴുതി. ഇനി അടുത്തുള്ളത് ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.